താങ്ക് യു സോ മച്ച് ശ്രീ ജോൺ ബ്രിട്ടാസ്. 2000 മുതൽ ഈ വർഷം വരെ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ, സെലിബ്രിറ്റി ഫേസ്, ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെയാണ് നമ്മളെല്ലാവരും മമ്മൂട്ടിയെ കാണുന്നത്. പക്ഷേ ഒരു എക്സ് കൈരളി മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ, മമ്മൂട്ടിയെ ഈ ഒരു വേദിയിൽ കണ്ടപ്പോൾ ഷെയർ ചെയ്യാൻ തോന്നിയത്, ഒരുപക്ഷെ തുടക്കകാലത്ത് കൈരളി ന്യൂസ് ഡെസ്കിലും കൈരളി ന്യൂസ് ഫ്ലോറിലും വന്ന് നമുക്കൊക്കെ പ്രചോദനം നൽകിയ, നമുക്കൊക്കെ സപ്പോർട്ട് നൽകിയ മമ്മൂട്ടി എന്ന വ്യക്തിയെ അറിയാതെ ഞാൻ ഓർത്തുപോയി. ഇപ്പോഴും ഓർക്കുന്നു, ടെലിപ്രോംപ്റ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയല്ലേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ തെറ്റാതെ ന്യൂസ് വായിച്ചൂടെ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം മമ്മൂട്ടിയെ. നമസ്കാരം. എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, ഒരു വണക്കം പറയും. കൈരളി ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്, കൈരളിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട്. ഇത് NRI ബിസിനസ് അവാർഡ് എന്ന് പറയുന്നത് NRI നോൺ റെസിഡൻസ് ഇന്ത്യയാണ്, നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇതിൻ്റെ അവാർഡ് ജേതാക്കൾ. എപ്പോഴും കൈരളിയിൽ നാട്ടിൽ ഒരുപാട് അവാർഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സഹായിക്കുകയും നമ്മുടെ ഒരു ഭാഗമായിട്ട് അവിടെ ജീവിച്ചു വരുന്ന ഒരുപാട് ആളുകളെ നമ്മൾ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ അവാർഡ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ഒരുപാട് അവാർഡുകളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു അവാർഡ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായി. ബ്രിട്ടാസ് നേരത്തെ പറഞ്ഞ പോലെ, ബ്രിട്ടാസ് ഇത്രയും പറഞ്ഞതുകൊണ്ട്, നേരത്തെ ബ്രിട്ടാസ് എന്തിനാണ് MD ആക്കി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരേ ഹൃദയവും 2 ശരീരമാണെങ്കിൽ 2 ശരീരവും ഒരു ഹൃദയമാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. കാരണം ബ്രിട്ടാസിനെ പോലെയുള്ള ആളില്ലെങ്കിൽ ഞാൻ മുഴുവൻ അത് ഇവിടെ ഒന്ന് പറയേണ്ടി വന്നേനെ. അത്രയൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ MDയെ പറ്റി ഞാൻ വളരെ എന്താ പറയുക, പൊസസീവാണ്. അദ്ദേഹം കൈരളിയിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൈരളിയുടെ ഒരുപാട് നിക്ഷേപകർ നിങ്ങളിൽ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട്. കേരളത്തിലും കേരളത്തിന് വെളിയിലുമുള്ള മലയാളികളും അല്ലാത്ത ആളുകളുമായ ഒരുപാട് അറിയപ്പെടുന്ന പ്രഗത്ഭരായ നിക്ഷേപകരുണ്ട്. നിക്ഷേപകരായതിനു ശേഷം ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവരുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള, കൈരളിക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കൈരളിയുടെ മറ്റു നിക്ഷേപകർക്കും സന്തോഷമുള്ള ഒരു കാര്യം, കൈരളിയുടെ ഒരു നിക്ഷേപകനാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ കമ്പനി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഞങ്ങൾക്ക് മലയാളം കമ്മ്യൂണിക്കേഷൻ എന്നൊരു കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ് കൈരളിയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒന്ന്. തുടക്കം മുതൽ തന്നെ കൈരളിയുടെ ഏറ്റവും വലിയൊരു വെൽവിഷറും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന അദ്ദേഹമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും കൈരളിയിലേക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ പുരസ്കാര ജേതാക്കൾ, കഴിഞ്ഞ പ്രാവശ്യം ഉള്ള പുരസ്കാര ജേതാക്കൾ ഒരുപക്ഷെ ഈ പ്രാവശ്യം അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ജൂറി മെമ്പർമാർ ഇത്തവണ പുരസ്കാര ജേതാക്കളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതിനകത്തൊരു വനിതാ സംരംഭകയെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ വർഷം. ഈ വർഷം വനിതാ സംരംഭക ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വളരെ സങ്കടകരമാണ്. സ്ത്രീകളുടെ വനിതാ സംരംഭകർ മുന്നോട്ട് വരണം, കുറച്ചുകൂടെ ആർജവമുണ്ടാവണം, കുറച്ചുകൂടെ സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടാകണം. പുരുഷന്മാരെക്കാൾ നമ്മൾ ഒട്ടും പുറകിലല്ല, ഒട്ടുമൊന്നല്ല, കുറച്ച് മുമ്പിലാണ്. നമ്മുടെ വീട്ടിൽ ചെന്നാലേ ഒട്ടും മുമ്പിലാണെന്നുള്ള ഒരു അറിവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ആ ഒരു തന്ത്രം വെളിയിലും കാണിക്കണം. അതുപോലെ നിങ്ങൾ മറ്റുള്ള ശാരീരികമായ ബലഹീനതകളെന്ന് പുരുഷന്മാർ ആരോപിക്കുന്നൊന്നും യഥാർത്ഥത്തിലില്ല. പ്രസവിക്കുന്ന അത്രയും വലിയ ബലം വേറെ ആർക്കും, പുരുഷന്മാർക്ക് ഒരിക്കലും സാധിക്കാത്തതായതുകൊണ്ട് സ്ത്രീകൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വരണം. സ്ത്രീകളാണ് ശരിക്കും ഇത് ഒരു വീട് നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും വലിയ കമ്പനികൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. രാജ്യം ഭരിക്കുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധം, ഈ ലിംഗ പ്രത്യേകത മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുകൂടെ ഇതിനകത്ത് ഇടപെടണം, ഇതിനകത്തുകൂടെ മുന്നോട്ട് വരണം. പല ആളുകളും ഇപ്പോൾ ഭർത്താക്കന്മാരെക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങൾ നടത്തുന്ന ഭാര്യമാരുണ്ട്. പക്ഷേ ഈ ഭർത്താക്കന്മാരാണ് പലരും മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളാണെന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അടുത്ത അവാർഡ് നിർണയത്തിൽ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം. ഈ കൈരളിയുടെ ഇത്രയും കാലത്തെ കൈരളിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള, ഈ ലോകത്തിൻ്റെ ഈ ഭാഗത്തുള്ള മലയാളികളും കൈരളിയോട് താല്പര്യമുള്ള ആളുകളുടെ ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൈരളി നിലനിന്ന് പോകുന്നത്.
അതിന് ബ്രിട്ടാസ് നന്നായി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ തുടങ്ങിയ കാലം മുതൽ എന്നെ തന്നെ ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ബ്രിട്ടാസ് ഇടയ്ക്കൊന്നും മാറി വരും, വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോകരുത് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ മലയാളം. അതിൻ്റെ നിങ്ങളുടെ ഒരു സഹകരണം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ്. അത് കൈരളി അറേബ്യ ആരംഭിച്ചതിനൊരു കാരണം മലയാളികൾക്കെന്ന് പറയാവുന്ന കൈരളിയുടെ ഒരു വിഭാഗം ഇവിടെ ജീവിച്ചു വരുന്ന, ഇവിടെ പ്രവർത്തിക്കുന്ന, ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് കൂടെ അവകാശപ്പെട്ടതായതുകൊണ്ടാണ് കൈരളി അറേബ്യ ഞങ്ങൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതമായിട്ടാണ് കൈരളി ഇവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മറ്റ് നാഷണാലിറ്റീസിനേക്കാൾ കൂടുതൽ നമ്മുടെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ കൈരളിയോട് സഹകരിക്കുന്നത്. ഒരുപക്ഷെ ഈ അവാർഡിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരു നല്ല ഉദ്ദേശമാണ്. നമ്മൾ ഒരു സ്വന്തം അധ്വാനം കൊണ്ട് മുന്നോട്ട് വന്ന് ഒരു വലിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാക്കുകയും അത് വിജയകരമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അത് കാണുവാനും അതിൽ നിന്ന് ഊർജം കൊള്ളുവാനും എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും. തീർച്ചയായിട്ടും അവരെ എല്ലാം അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നന്മകളും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയകരങ്ങളാവട്ടെ. പുരസ്കാരങ്ങൾ പ്രോത്സാഹനങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും കൈരളി ഉണ്ടാവും. കൈരളിയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി മമ്മൂക്ക. അടുത്തതായി നമ്മൾ അവാർഡ് പ്രഖ്യാപന ചടങ്ങുകളിലേക്കാണ് ഇനി കടക്കുന്നത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡാണ് ആദ്യം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. വ്യവസായ രംഗത്ത് തന്റെ പ്രതിഭ തെളിയിച്ച, വെന്നിക്കൊടി പാറിച്ച ആ പ്രതിഭ ആരാണ്? അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവാർഡ് പ്രഖ്യാപനത്തിനായി ക്ഷണിക്കുന്നു മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ ശ്രീ VK അഷ്റഫിനെ. നമസ്കാരം. ആഹ്ലാദകരവും അഭിമാനകരവുമായ ഒരു അവാർഡ് പ്രഖ്യാപനമാണിത്. നമുക്കെല്ലാം അറിയാം MK ഗ്രൂപ്പിൻ്റെ ചാലകശക്തിയായ ഈ മഹത് വ്യക്തിയെ, MA അഷ്റഫ് അലി. നിശബ്ദ വ്യക്തിത്വമായി MK ഗ്രൂപ്പിൻ്റെ നെടുംതൂണായ വാണിജ്യ മേഖലയിലെ പ്രമുഖനായ ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായ MA അഷ്റഫ് അലിക്ക് കൈരളി TV ഗോൾഡൻ അച്ചീവ്മെൻ്റ് അവാർഡ് സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുകയാണ്. Let's take out the profile of Shri MA Ashraf Ali. MA അഷ്റഫ് അലി കോർപ്പറേറ്റ് ബിസിനസ് രംഗങ്ങളിലെ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച വ്യക്തിയാണ്. ലുലു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ MA അഷ്റഫ് അലി. തൃശൂർ നാട്ടിക സ്വദേശിയായ അഷ്റഫ് അലി 1981 UAE-യിലേക്ക് എത്തുന്നത്. തന്റെ ജ്യേഷ്ഠ സഹോദരനായ MA യൂസഫലിയോടൊപ്പം ലുലു ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. ബിസിനസ് രംഗങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയം കൈവരിക്കാൻ MA അഷ്റഫ് അലിക്ക് കഴിഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ MA അഷ്റഫ് അലി നിരവധി പ്രമുഖമായ ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ സംഘടനകളുടെ ഉന്നത ഭാരവാഹിത്വവും വഹിക്കുന്നു. മലയാളികളായ വ്യവസായികൾക്ക് ഒരു മാർഗദർശി കൂടിയാണ് തീർച്ചയായും MA അഷ്റഫ് അലി. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ MA അഷ്റഫ് അലിയെ അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. അവാർഡ് സമ്മാനിക്കുന്നത് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പ്രശംസാപത്രം ശ്രീ മമ്മൂട്ടി. Congratulations Shri MA Ashraf Ali for winning Golden Achievement Award. 2 വാക്ക്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂക്ക, ദൃശ്യ മാധ്യമ രംഗത്തെ നിത്യവസന്തം ജോൺ ബ്രിട്ടാസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ,
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദൃശ്യ മാധ്യമ രംഗത്തെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുമായി നൂതന ആശയവുമായി വന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂക്കയ്ക്കും ജോൺ ബ്രിട്ടാസിനും ആദ്യമായി എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ അവാർഡ് പലവിധ പ്രത്യേകതകളും ഈ അവാർഡിനുണ്ട്. കേരളത്തിലെ ശക്തനായ ജനകീയനായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവരിൽ നിന്നും ഏറ്റുവാങ്ങിയതിന്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയുടെ സാന്നിധ്യം, അതിലുപരി വളർന്നു വരുന്ന യുവതലമുറകൾക്ക് മാതൃകയാകാവുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഈ ബിസിനസ് സാമ്രാജ്യത്തിലുണ്ട്. അതിലുന്നതിയിൽ നിൽക്കുന്ന RP ഗ്രൂപ്പിൻ്റെ സാരഥി രവി പിള്ള സാർ ജൂറിയായിട്ടുള്ള ഈ അവാർഡ് കമ്മിറ്റി, സാമ്പത്തികവും സാമൂഹികവുമായ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീ ഷെട്ടി, നമ്മൾക്കെപ്പോഴും വൈബ്രൻറ്റും എനർജിയായിരിക്കുന്ന കലീസ് ടൈംസിൻ്റെ ബിസിനസ് എഡിറ്റർ ഐസക് പട്ടാണിപ്പറമ്പിൽ, ഇവർക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം എന്നെ ഈ നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ സഹോദരൻ MA യൂസഫ് അലിയെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്കൂടെ വർക്ക് ചെയ്യുന്ന 40,000-ഓളം സ്റ്റാഫുകൾക്ക്, എൻ്റെ കൊളീഗ്സിന് ഇത് ഞാൻ സമ്മാനിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ MA അഷ്റഫ് അലി. അടുത്തതായി സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ് അവാർഡാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി ജൂറി ചെയർപേഴ്സണും RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ പത്മശ്രീ ഡോക്ടർ രവി പിള്ളയെ ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനായ ശക്തനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടി, മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്, മറ്റ് പ്രത്യേകത വിവിധ ബിസിനസ് മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് വ്യവസായികളിൽ നിന്നാണ് ഇന്നത്തെ വിജയികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹാർഡ് വർക്ക്, ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് അവരവരുടെ മേഖലയിൽ സ്വന്തം സ്ഥാനം ഉറപ്പാക്കിയാണ് ഇന്നത്തെ വിജയികൾ എല്ലാവരും. വളരെയേറെ മത്സ്യം നിറഞ്ഞ ബിസിനസ് മേഖലയിൽ അവരുടെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും ഗുഡ്വില്ലും കൊണ്ട് മാത്രമാണ് ഈ ബഹുമതിക്ക് അവർ അർഹരായിരിക്കുന്നത്. ഇവരുടെ വിജയം എല്ലാ മലയാളികൾക്കും ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞങ്ങൾക്ക് വളരെ ഉത്തമ വിശ്വാസമുണ്ട്. ഈ കേരളത്തിൻ്റെ ഹീറോയിസ് ആണിവർ. നാട്ടിൽ ഒട്ടേറെ ക്രിയേഷൻ സഹിച്ച് അവർ നേടിയ വിജയം പുതിയ ബിസിനസ് തലമുറയ്ക്ക് ഒരു പാഠമാകട്ടെ. ഞാൻ ഈ സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ് അവാർഡിൻ്റെ പേര് ഡോക്ടർ സബീർ നെല്ലിക്കോട്. ഡോക്ടർ ഷബീർ നെല്ലിക്കോട് അബുദാബിയിലെ പ്രശസ്തമായ യൂണിവേഴ്സൽ ഹോസ്പിറ്റലിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷബീർ നെല്ലിക്കോട് ആതുര സേവന രംഗത്തെ സൗമ്യ സാന്നിധ്യമാണ്. ഉയർന്ന സാമൂഹിക വീക്ഷണവും വിശാലമായ കാഴ്ചപ്പാടും ഡോക്ടർ ഷബീർ നെല്ലിക്കോടിനെ ഏറെ വ്യത്യസ്തനാക്കുന്നു. ജീവകാരുണ്യ രംഗത്തും സജീവമാണ് നിറപുഞ്ചിരി തൂകുന്ന പ്രശസ്തനായ ഈ വിശ്വങ്കരൻ. ആതുര സേവന രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഡോക്ടർ ഷബീറിന് കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന യൂണിവേഴ്സൽ ബിസിനസ് കോർപ്പറേഷന്റെ സാരഥി കൂടിയാണ് ഡോക്ടർ ഷബീർ നെല്ലിക്കോട്. ആതുര സേവന രംഗത്തെ മനുഷ്യ നന്മക്കായി മാറ്റുക എന്ന സന്ദേശം കർമ്മത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്തു ഡോക്ടർ ഷബീർ നെല്ലിക്കോട്. അവാർഡ് സ്വീകരിക്കുന്നതിനായി യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ UAE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നെല്ലിക്കോടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ ഡോക്ടർ ഷബീർ നെല്ലിക്കോട്. 2 വാക്ക്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം ബഹുമാനീയനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, നളിനി നെറ്റോ മാഡം, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹവും ബഹുമാനം നിറഞ്ഞ എൻ്റെ കുടുംബാംഗങ്ങളെ, എന്നെ ഇന്നിവിടെ അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പലപ്പോഴുമായി അവാർഡ് എന്ന് പറയുന്നത് ഒരു ഡിസേർവിങ് ആണോ ഡിസേർവിങ് അല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പലപ്പോഴും ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. അപ്പം വാട്ട് ആർ ദി അതർ പ്രോസ്പെക്ട്സ്, ഇനി എന്തെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടെ ഈ ഒരു അവാർഡിൽ നിന്ന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ നിൽക്കുന്നത് നമ്മളിപ്പം ഒരു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു അവാർഡായി മാറ്റിയ ഈ ഒരു ദിവസം എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഐ ജസ്റ്റ് ടേക്ക് 1 minute. ഇന്ത്യയുടെ വെറും 2% സ്ക്വയർ ഫീറ്റ് ഉള്ള കേരളം, 3% പോപ്പുലേഷനുള്ള കേരളം, 4% GDP ഉള്ള കേരളം, ഈ കേരളത്തിന് എപ്പോഴും ഗൾഫിലും എല്ലാ നാട്ടിലും കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ടൊന്ന് പ്രവർത്തിക്കാം. അതിന് നമുക്ക് എഫിഷ്യൻ്റായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ട്. നമ്മളതൊരു ടീം വർക്കായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉയരങ്ങൾ നമുക്ക് നേടാൻ പറ്റും എന്നുള്ള വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി കൈരളി യങ് ഓൺട്രപ്രണർ അവാർഡ്സ് ആണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി ജൂറി മെമ്പറും ഒപ്പം തന്നെ UAE എക്സ്ചേഞ്ച് ഗ്ലോബൽ പ്രസിഡന്റ് മിസ്റ്റർ സുധീർ കുമാർ ഷെട്ടിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വിക്ടേഴ്സ് പറയുന്നത് 2 വാക്ക് സംസാരിച്ചിട്ട് തന്നെ അവാർഡ് ജാകളുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾ ഈ കാസർഗോഡ് പ്രദേശത്ത് നിന്ന് വന്നവരായതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതായതുകൊണ്ട് ഞാൻ നേരെ ഈ അവാർഡ് വിന്നേഴ്സിൻ്റെ പേര് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ ആദ്യമായിട്ട് ജോയ് അലുക്കാസ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ അലുക്കാസ്. Congratulations, Mr. John Paul Alukas. Let's check out the profile of Mr. John Paul Alukas. ജോൺ പോൾ ആലുക്കാസ് മിഡിൽ ഈസ്റ്റിലെ യുവ സംരംഭകരിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോൺ പോൾ ആലുക്കാസ്. അഭിലാഷം, ദൃഢനിശ്ചയം, പ്രതിബദ്ധത, ഇത് ജോൺ പോളിന് വെറും വാക്കുകളല്ല, തന്റെ കർമ്മത്തിന്റെ പര്യായങ്ങളാണിത്. ജോയ് ആലുക്കാസ് എന്ന വ്യാപാരനാമത്തെ ലോകത്താകമാനം കൂടുതൽ പ്രചാരമാക്കുന്നതിൽ ജോൺ പോളിന്റെ പങ്ക് ഏറെ വലുതാണ്. മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഏഷ്യയിലുമായി പരന്നുകിടക്കുന്ന ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ജോൺ പോളിന് മാർഗദർശിയായി മാറിയത് പിതാവ് ജോയ് ആലുക്കാസ് തന്നെയാണ്. നൂതനവും ക്രിയാത്മകവുമായ നടപടികളിലൂടെ ബിസിനസ് രംഗത്തെ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കാനും ജോൺ പോളിന് കഴിഞ്ഞു. ലോകത്തെ അലങ്കരിക്കുക എന്നത് തന്റെ കർമ്മങ്ങളിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു ഈ യുവ വ്യവസായി. Congratulations, Mr. John Paul Alukas. Joy Alukas Group Executive Director ജോൺ പോൾ ആലുക്കാസിനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I would like to take this opportunity to thank the jury members and Kairali TV for honoring me with this year's NRI Young Entrepreneur Award. Thank you. This award has become even more prestigious to me since I've received it from our Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, along with our very own mega star of Malayalam movie industry, Mr. Mammootty himself. Thank you, sir.
Behind every successful entrepreneur, there's a hardworking, dedicated, loyal team working for him and for his company. And I'm blessed to have a great team working for Joy Lucas Group. Today, I would like to dedicate this award to our 8,000 strong, hardworking employees working across 11 countries where we have operations in. Thank you so much. അടുത്ത യങ് എൻ്റർപ്രനർ അവാർഡ് വിന്നർ ഖത്താറിൻ്റെ ബേസാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ J.K. Menon. Congratulations, Mr. J.K. Menon. Let's check out the profile of Mr. J.K. Menon. J.K. Menon. ബിസിനസ് രംഗത്ത് വെന്നിക്കൊടി പാറിക്കാൻ പുതുതലമുറ മുന്നിൽ തന്നെയാണ്. ഖത്തറിലെ യുവ സംരംഭകരുടെ ആവേശമാണ് ശ്രീ J.K. Menon. 7 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ദോഹ ആസ്ഥാനമായുള്ള ബെഹസാദ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ. ബെഹസാദ് കോർപ്പറേഷനെ ലോകത്തെ തന്നെ മികച്ച ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ J.K. Menonന്റെ പങ്ക് നിർണായകമാണ്. സാമൂഹിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവ സാന്നിധ്യമാണ് J.K. Menon. J.K. Menon നേതൃത്വം കൊടുക്കുന്ന അലി ബിൻ നാസർ അൽ മിസ്നദ് ട്രാൻസ്പോർട്ട് ഖത്തർ സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതികളുമായി സഹകരിക്കുന്നു. നിരന്തരമായ പരിശ്രമവും കഠിനാധ്വാനവും കൈമുതലായുള്ള ഈ ചെറുപ്പക്കാരൻ വാണിജ്യരംഗത്തിന് തീർച്ചയായും ഒരു മാതൃക തന്നെയാണ്. ബെഹസാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഖത്തർ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ J.K. Menonനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Congratulations, Mr. J.K. Menon. Few words. First of all, let me thank the Honorable Chief Minister of Kerala, Mr. Pinarayi Vijayan. And let me also thank Chairman Kairali TV, Mr. Mammootty എന്ന് പറയണ്ട, മമ്മൂക്ക എന്ന് പറയാം, അതാണ് നമുക്ക് എല്ലാവർക്കും പരിചയം. I would also like to thank the distinguished guests on the dais and off the dais, my friends, family, and everybody present here today. It is indeed a great moment for me today, and I extend my sincere gratitude for the honorable award. And even though I'm the one who is holding the award today, I dedicated this award to a large number of other people who have been a great support for me throughout. Let me take this opportunity again to thank my family and friends who have been a great support during the hard times. There are ups and downs in life again, and the staggering support given to Behzad Corporation by the Behzad family. That's what we call in our company the Behzad family, without which it would have been impossible to reach here. Let me also say that without the inspiration of my father, Mr. C.K. Menon, it would have been impossible to reach here. He's a person who has been giving me, or from whom I derive the strength to challenge myself and push myself beyond the limits. And of course, the unconditional love, support, and blessings showered on me from my mother, Mrs. Jayashree Menon. And like we always say, behind every successful entrepreneur, there is always a woman. So I would also like to thank my wife, Shilpa Menon, for all those crazy moments I've given her, and also last moment plans being cancelled. Thank you all. Once again, I truly consider this as a recognition for my entire team, and I wish you all a great day. Thank you very much. Yeah. Thank you so much, Mr. J.K. Menon. അടുത്ത യങ് എൻ്റർപ്രനർ അവാർഡ് UAE ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO സമീർ സുലൈമാൻ. Congratulations, Mr. Samir Sulaiman. Let's check out the profile of Mr. Samir Sulaiman. സമീർ സുലൈമാൻ ഗൾഫിലെ പ്രശസ്തമായ ഫാത്തിമ ഗ്രൂപ്പിന്റെ CEO ആണ് ഈ യുവ സംരംഭകൻ. ലണ്ടൻ സിറ്റി കോളേജിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദവും ഇംഗ്ലണ്ടിലെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദവും നേടിയ സമീർ പിന്നീട് തന്റെ കുടുംബ ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു.
ഫാത്തിമ ഗ്രൂപ്പിനെ റീറ്റെയിൽ രംഗത്തെ ഒരു പ്രമുഖ ഗ്രൂപ്പാക്കി മാറ്റുന്നതിൽ സമീർ സുലൈമാന്റെ പങ്ക് ഏറെ വലുതാണ്. ലോകത്തെ പ്രമുഖമായ ബിസിനസ് ഗ്രൂപ്പുകളുമായും സമീർ ഫാത്തിമ ഗ്രൂപ്പിനെ ബന്ധപ്പെടുത്തുന്നു. വിവിധ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന ഫാത്തിമ ഗ്രൂപ്പിന് ക്രിയാത്മക നേതൃത്വം നൽകുകയാണ് സമീർ സുലൈമാൻ. Thank you so much, sir. ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO മിസ്റ്റർ സമീർ സുലൈമാൻ ഈ വേദിയിൽ എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് ബിസിനസ് ഹെഡ് ഫെൽട്രോൺ ഷൈൻ ശിവപ്രസാദ് അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ഷൈൻ ശിവപ്രസാദ്. താങ്ക് യു സോ മച്ച് ഷൈൻ. അടുത്തതായി കൈരളി TV ബിസിനസ് എക്സലൻസ് അവാർഡ്സ് 2016 ആണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി ജൂറി മെമ്പറും ഖലീജ് ടൈംസ് അസോസിയേറ്റ് ബിസിനസ് എഡിറ്ററുമായ മിസ്റ്റർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പലിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നടനവിസ്മയമായ മെഗാസ്റ്റാർ മമ്മൂട്ടി, അതേപോലെ തന്നെ മാധ്യമരംഗത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിത്യവസന്തം മാത്രമല്ല ഒരു ഏകാന്ത വിസ്മയമായ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ വ്യവസായ പ്രമുഖനായ രവി പിള്ള, ശ്രീ നളിനി നെറ്റോ, അഷ്റഫ്, സുധീർ കുമാർ ഷെട്ടി, EM അഷ്റഫ്, സദസ്സിലിരിക്കുന്ന പ്രമുഖരായ ഡോക്ടർ ആസാദ് മൂപ്പൻ, അഷ്റഫ്, ഫെയ്സൽ, ജോയി അലുക്കാസ്, CK മേനോൻ, ജെയിംസ്, ഒരുപാട് പേരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ സുധീറിനോട് നിൽക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുമ്പോൾ എന്തിനാണ് ഒരു വിജയിച്ച ആൾക്കാരുടെ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എന്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സക്സസ് സ്റ്റോറീസ് സൃഷ്ടിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തുകൂടാ, അങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിനെ നിങ്ങൾ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാക്ക്, ഇത് വേറൊരു തലമുറയിൽ നിന്നും വേറൊരു തലമുറയിലേക്ക് വിജയത്തിൻ്റെ ദീപശക കൈമാറുന്നൊരു അവസരമാണ്. ഈ ഒരു അവാർഡിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഇന്നിവിടെ കൊടുത്ത യങ് എൻ്റർപ്രണേഴ്സ് അവരെല്ലാം അവരുടെ പിതാക്കന്മാരോ പൂർവികരോ നേടിയ വിജയം അത് വീണ്ടും അത് കാത്തു സൂക്ഷിക്കാൻ, അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ആർക്കും വിജയിക്കാം, പക്ഷേ ആ വിജയം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഈ കൈരളി അവാർഡ് അങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തങ്ങളുടെ ജീവിത വിജയം ബിസിനസ്സിൽ നേടിയ അതെന്താണ് അവരുടെ പ്രത്യേക രീതിയിലുള്ള ഡേ ടു തിങ്ക് ആൻഡ് ആക്ട് ഡിഫറൻ്റ്ലി, അങ്ങനെയുള്ള ആൾക്കാരുടെ കുറച്ച് വിജയഗാഥയുടെ ഒരു സെലിബ്രേഷൻ കൂടിയാണിത്. വർഗീസ് പെനക്കൽ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം സ്വയപ്രയത്നത്താൽ കഴിഞ്ഞ 30, 40, 50 വർഷങ്ങളായിട്ട് ഈ മരുഭൂമിയിൽ ഒരു പർദീസ തന്നെ സൃഷ്ടിച്ച് വിജയത്തിൻ്റെ ഗാഥകൾ സൃഷ്ടിച്ച ആൾക്കാരാണ്. അവരെ ആദരിക്കുന്ന ഈ വേദിയിൽ വളരെ സന്തോഷമായിട്ട് അഭിമാനത്തോടുകൂടി അതിൻ്റെ ഒരു ജൂറി അംഗമാകാൻ കഴിഞ്ഞതിൽ ഉള്ള എൻ്റെ ചാരിതാർത്ഥം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ബിസിനസ് എക്സലൻസ് അവാർഡ് 4 പേർക്കാണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഷറഫ് പി ഹമീദ്, CEO സിറ്റി എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ, അദ്ദേഹത്തിനാണ് ആദ്യത്തെ അവാർഡ്. Congratulations Mr. Sharaf P. Hamid. Let's check out the profile of Sharaf P. Hamid. ഷറഫ് പി ഹമീദ് ദോഹ ആസ്ഥാനമായുള്ള സിറ്റി എക്സ്ചേഞ്ച് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലിരിക്കുന്ന ഷറഫ് പി ഹമീദ് മികച്ച ഒരു സംരംഭകനാണ്. 1992 ഖത്തറിലെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി പ്രവാസ ജീവിതം ആരംഭിച്ചു. പിന്നീട് സിറ്റി എക്സ്ചേഞ്ചിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായി. ബിസിനസ്സിലെ വൈദഗ്ധ്യവും കഠിനാധ്വാനവും ഷറഫിനെ പിന്നീട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ എക്സ്ചേഞ്ച് കമ്പനിയായ സിറ്റി എക്സ്ചേഞ്ചിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്ക് എത്തി അദ്ദേഹം. തൃശൂർ തിരുനെല്ലൂർ സ്വദേശിയാണ് ഷറഫ് പി ഹമീദ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും നടപ്പാക്കാനുമുള്ള കഴിവ്, അതാണ് ഷറഫിനെ വ്യത്യസ്തനാക്കുന്നത്. നിരവധി മറ്റു വാണിജ്യ സംരംഭങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഷറഫ് പി ഹമീദ് ഖത്തറിലെ സാമൂഹിക ജീവകാരുണ്യ രംഗത്തും നിറസാന്നിധ്യമാണ്.
Congratulations once again. City Exchange Doha CEO ഷറഫ് പി ഹമീദിനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ ദീർഘമായി സംസാരിക്കാനുള്ളൊരു വേദിയല്ല എന്നറിയാം, എന്നാലും രണ്ട് വാക്ക്. ഈ അവാർഡ് ഞാൻ വളരെ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം വെറുമൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പഠിച്ച് ജോലി തേടി വിദേശത്തെത്തി, ഒരു സാധാരണ പ്രവാസി പോലെ തന്നെ. പക്ഷെ പടിപടിയായി ഉയർന്ന് ഇന്ന് ഖത്തറിലെ ഏറ്റവും ജനവിശ്വാസ്യതയുള്ള സിറ്റി എക്സ്ചേഞ്ച് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വയലിൻ വക്കിലെ കൊച്ചു മുക്കുറ്റിപ്പൂവിനെയും ദ്യോതിക്കുന്ന നക്ഷത്രമാക്കുന്ന ഈ അത്യപൂർവ മുഹൂർത്തം സമ്മാനിച്ച കൈരളിയുടെ എല്ലാ വക്താക്കൾക്കും മലയാള കമ്മ്യൂണിക്കേഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഷറഫ്. രണ്ടാമത്തെ ബിസിനസ് എക്സലൻസ് അവാർഡ് ശ്രീ വർഗീസ് പനക്കൽ, CEO ഓഫ് അൽ നാസർ ഗ്രൂപ്പ്, അലയിലാണ്. Congratulations Mr. വർഗീസ് പനക്കൽ. Let's check out his profile. വർഗീസ് പനക്കൽ UAE-യുടെ രാഷ്ട്ര രൂപീകരണത്തിനും മുൻപേ കടൽ കടന്നെത്തിയ പ്രവാസി മലയാളി. വർഗീസ് പനക്കൽ വിജയത്തിന്റെ ഓരോ പടവുകളും നടന്നു കയറിയത് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. 1970 അബുദാബിയിൽ ഫാർമസിസ്റ്റായാണ് വർഗീസ് പ്രവാസ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് സ്വന്തമായി ഫാർമസി തുടങ്ങി. ജ്വല്ലറി രംഗത്തേക്കും തന്റെ കർമ്മമേഖല മാറ്റിയ വർഗീസ് പനിക്കലിന്റെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് വളരെ വിപുലമാണ്. അൽ നാസർ എന്ന ബിസിനസ് സംരംഭത്തിന്റെ വളർച്ചയിൽ ഭാര്യ ജാനറ്റും വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് വർഗീസ് അഭിമാനത്തോടെ പറയുന്നു. സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വർഗീസ് പ്രവാസി മലയാളികൾക്ക് തീർച്ചയായും ഒരു മാതൃക തന്നെയാണ്.